നമുക്ക് വേണ്ട ഒരു അട്ടിപ്പൊളി വീട് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം മൊത്തം സെറാമിക്കോടും ബാക്ക് സൈഡിൽ ഫുള്ള് ഷീറ്റും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള വീടാണ്. അപ്പം ചെയ്ത് കഴിയുമ്പോൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മുടെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴൊരു ലുക്ക്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾ ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചിലവുകൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന വർക്ക് നമുക്ക് തിരക്കിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് ആയി. അതായത് പെയിൻറ്റിങ് എല്ലാം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ മറ്റു പണികളെല്ലാം ഫിനിഷായി കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വീടിൻ്റെ ടോപ്പ് ഇതുപോലെയാണ്. 2 ആനവായ ഷേപ്പിൽ 2 കൂര കെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി പുറകിലോട്ടെല്ലാം പ്ലെയിനായിട്ട് കിടക്കുകയാണ്. അപ്പം ആ ഭാഗത്തെല്ലാം ബാക്കിലോട്ട് ഫുള്ള് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വശം മാത്രം പിന്നെ ഓടും, ബാക്കി ഏരിയയിൽ ഫുള്ള് ഷീറ്റ് വിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. ഈ വർക്ക് മഴ തുടങ്ങുന്നതിന് മുമ്പുള്ള വർക്കാണ്, വേനൽക്കാലത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പം ഏകദേശം നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 കൂര, അത് പിന്നെ അതുകൊണ്ടൊരു എൽ ഷേപ്പ്, അതായത് ഒരു ചുടുകോടി 2 കോടിയല്ല 2 ആനവായ ഷേപ്പിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് സിമ്പിൾ പരിപാടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മെറ്റീരിയലെല്ലാം സെറ്റാക്കിയിട്ട് പ്രൈമറിലടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യുന്നു, 2 ഉത്തരം സെറ്റ് ചെയ്യുന്നു. അപ്പം പിന്നെ ആ ഒരു കോടി വരുന്നിടത്തുനിന്ന് നമ്മൾ പിന്നെ ഉത്തരം സെറ്റ് ചെയ്യുന്നത്. അപ്പം പുറകിലോട്ടൊരു ഓട് അല്ല 2 ഓട് മടക്കി അടിക്കാനുള്ള പ്ലാനാണ്. 2 ഓടോളം അടിച്ച് നിർത്തിയിട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെന്നപ്പം തന്നെ പറഞ്ഞു, അവർ ആ കൂര കെട്ടി വെച്ചിരിക്കുന്നതിന് ഹൈറ്റിൽ ഏകദേശം കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഷീറ്റ് ഇടാനുള്ള പിന്നെ തല മുട്ടാതെ ഒരു ഹൈറ്റ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്ലോപ്പിലോ പിന്നെ നല്ല ഉയരമോ ഒന്നും കിട്ടുന്നില്ല. തല മുട്ടൂല എന്നുള്ള ഒരു ചെരുവിൽ ഷീറ്റിട്ട് ഒപ്പിക്കാൻ പറ്റും. കാരണം ആ കൂര കുറച്ചും കൂടി ഒരു 1 അടിയോ അല്ല 2 അടിയോ കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഉയരം കിട്ടിയാൽ അത് കിട്ടുന്നില്ല. അപ്പം അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ പിന്നെ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇത് വർക്കിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് വശം ഓടും ബാക്കിൽ ഷീറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ ചിലവിൻ്റെ കാര്യത്തിൽ വൻതോതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് നനയാതെ കിട്ടുകയും ചെയ്യും, പിന്നെ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ പുറത്തൂടെ ഒരു സ്റ്റെയറും കൂടി ചെയ്യുന്നുണ്ട്. ഉള്ളിൽ സ്റ്റെയറൊന്നും കയറി വരാൻ പറ്റില്ല. അപ്പോൾ പുറത്തൂടെ ഒരു സ്റ്റെയറും കൂടി ഈ വീടിന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കാണിച്ചു തരാം, എല്ലാം വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഭാഗത്ത് ആടെ ഒരു ചുഴികോടി വരും. പിന്നെ ഈ ഫ്രണ്ട് ഭാഗം മൊത്തം ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് ഉത്തരമെല്ലാം സെറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ടുള്ള ഓടിൻ്റെ ലൈൻ കഴുക്കോല് വെക്കുന്നു. സിമ്പിൾ പണിയാണ്, വലിയ. പിന്നെ സൈഡിലോട്ട് ഇപ്രാവശ്യം പിന്നെ സീലിംഗ് ഒന്നും അടിക്കേണ്ടി വരുന്നില്ല. ഇതുപോലെ വാർത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ സീലിംഗ് എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ. ചിലത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തതിന് നമ്മൾ ACP അടിച്ചിട്ടുണ്ട് അതിന് അടിയിൽ ഫുള്ള്. അപ്പം ACP അടിക്കുന്നതിനെക്കാട്ടും ചിലവ് കുറച്ച് കൂടും. പക്ഷേ അന്നേരം കാണുമ്പോൾ ആ ഒരു ലുക്ക്, പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു ലുക്ക് എന്തായാലും ഈ വീടിന് കിട്ടും. ACP അടിക്കുമ്പം പായൽ പിടിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ. കോൺക്രീറ്റ് ആകുമ്പോൾ ചിലവ് കുറച്ച് കൂടുതലാണ്. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൃത്തിയായി, കാണാൻ നല്ല ലുക്കായി. അപ്പം കഴുക്കോലിൻ്റെ പണിയെല്ലാം ഏകദേശം ഫ്രണ്ട് വശം അടിച്ച് തീർത്തിട്ടുണ്ട്. നമ്മൾ പട്ടികയുടെ പണിയൊക്കെ സ്പീഡിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റി കളറും കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണിച്ചു തരാം. ഓട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കളറുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന വീട്ടുകാർക്കാണ്. ഓരോരോ ആൾക്കാർക്കും ഓരോരോ കളറുകളാണല്ലോ. കൂടുതലും എല്ലാ സ്ഥലത്തും തന്നെ കണ്ടിരിക്കുന്നത് സ്റ്റീൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലൂ ഗ്രേ ഓടുകളാണ് സെറാമിക്കിൽ കൂടുതലും ആൾക്കാർ ഇട്ട് കാട്ടിയിട്ടുള്ളത്. പിന്നെ സെറാമിക് തന്നെ 2 ടൈപ്പ് ഉണ്ടല്ലോ, വെൻറ്റ് എൽബാനോ ടൈപ്പും ഫ്ലാറ്റ് ടൈപ്പും. ഇതോട് വെൻറ്റ് ടൈപ്പാണ് ഇടുന്നത്. ഫ്ലാറ്റ് ടൈപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടും. റേറ്റ് കുറയ്ക്കാനും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 2 ടൈപ്പ് ഓടും കുഴപ്പമൊന്നുമില്ല, ഏത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ സെറാമിക് ചെയ്യുമ്പം ചെറിയ തോതിൽ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ തോതിലല്ല, അത്യാവശ്യം ചൂടുണ്ടാകും. പിന്നെ ഇതൊക്കെ പ്രത്യേകിച്ച് ഹൈറ്റും കൂടി കുറവല്ല. പിന്നെ വീടിൻ്റെ അടിയിലോട്ട് പിന്നെ വലിയ കാര്യമായ ചൂടുകൾ കാര്യങ്ങളൊന്നും എത്തൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് തന്നെ സെറാമിക് ഇടുന്നതിന് മേലെ വേറെ ഉപയോഗമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഹൈറ്റിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്. കറക്റ്റ് വലിയ ഇതില്ല, എന്നാലും തല മുട്ടുമൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാറ്റും പിടിച്ചൊക്കെ കയറി നല്ലൊരു സുഖം കിട്ടിയാലേ. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാ പണിയും കൂടി ഒന്നിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷീറ്റിൻ്റെ കഴുക്കോല് കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ച് റെഡിയാക്കുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടി നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന പൈപ്പുകൾ മൊത്തം അപ്പോളോടെ 16 ഗേജിൻ്റെ പൈപ്പാണ്. മിക്ക പൈപ്പിൽ തന്നെ നമ്മൾ 3-1.5 പിന്നെ 1-1 എടുത്തിരിക്കുന്നത്. പിന്നെ ഉത്തരം വെക്കാൻ വേണ്ടി നമ്മൾ 4-2 പൈപ്പും കൂടി അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. 4-2 പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ്ങിൻ്റെ ചെരിവ് വരുമ്പോൾ
പിന്നെ കാണാൻ കുറച്ച് വൃത്തി ഉണ്ടാവും. അപ്പം പിന്നെ കട്ടിങ് അടഞ്ഞു പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉത്തരത്തിനും കോടിക്കടുക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നതിന് 4x2 ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് 2 കിളിക്കൂടും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കിളിക്കൂട് പൈപ്പിൽ തന്നെ അത് പിന്നെ വലിയ ഏരിയ ഇല്ലാത്തതുകൊണ്ട് വലിപ്പമില്ലാത്തതുകൊണ്ട് ചെറിയ കിളിക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പുറകിലോട്ടൊരു ഹോഡും വെച്ചിട്ടുണ്ട്. അപ്പം പ്രൈമറെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് അവർ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പെയിൻറ്റിങ് പിന്നെ പാർട്ടി തന്നെയാണ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഏറ്റിട്ടില്ലാത്തതുകൊണ്ട് പെയിൻറ്റിങ് വീട്ടിൽ നടക്കുന്നുണ്ട് അവരോട് അടിക്കാൻ പറഞ്ഞിട്ട് അവർ തന്നെയാണ് അടിച്ചിട്ടുണ്ടായത്. പിന്നെ വർക്കെല്ലാം ചെയ്യുമ്പോൾ പെയിൻറ്റിങ് കൂടി അടിക്കും, ഒരുപാട് പെയിൻറ്റിങ് കൂടി എക്സ്ട്രാ അടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം പ്രൈമറിൽ മാത്രം നിർത്താതെ, കാരണം പിന്നീട് ഇതിൻ്റെ പുറകെ ഒന്നും നടക്കില്ല. കാരണം ഒരു പണിയും നടക്കില്ല. നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഒരു പരിപാടിയും നടക്കില്ല. അപ്പം പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പ്ലാനുള്ളവർ ആദ്യം തന്നെ, അത് പിന്നെ മഴക്കാലത്ത് ലേശം ബുദ്ധിമുട്ടുണ്ടാണ്. പിന്നെ മഴക്കാലത്തെ വർക്കിന്, വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ പെയിൻറ്റിങ് ഒക്കെ സുഖമായിട്ട് നടക്കും. അപ്പോൾ മഴക്കാലത്താണെങ്കിലും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ ടാർപ്പ വലിച്ച് കെട്ടിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളെല്ലാവരും പറയലുണ്ട്. പിന്നെ ചിലവർ നിർബന്ധിച്ചാലും അടിക്കാൻ താല്പര്യം കാണിക്കാറില്ല. ഇവർ പിന്നെ അങ്ങനെയുള്ള പ്രൈമറിൻ്റെ കൂടെ പെയിൻറ്റും കൂടി എല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാത്തിയുടെ കാര്യത്തിലും പാത്തി നമ്മൾ എല്ലാം 8 ഇഞ്ചിൻ്റെ പാത്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പാത്തിയുടെ കേസിലും ഇതേപോലെ തന്നെയാണ്. വലിയ പരമാവധി വലിപ്പം കൂടിയ പാത്തികൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് പരമാവധി കൂടുതൽ കിട്ടും. പാത്തി എന്ന് പറഞ്ഞ സംഭവം എപ്പോഴും ഒരു വിജയപ്രദമായ ഒരു സംഭവം ആണെന്ന് നമുക്ക് അവകാശപ്പെടുന്നില്ല. കാരണം പാത്തി എപ്പോഴും പരാജയം തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് പായലൊക്കെ പിടിച്ച് കഴിഞ്ഞ് ബ്ലോക്ക് ആകുന്ന വിഷയങ്ങൾ, തൂങ്ങിപ്പോകുന്ന പ്രശ്നങ്ങൾ, വെള്ളം വന്നു കഴിഞ്ഞാൽ, ചപ്പ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആകുന്നു, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പാത്തിയുടെ കേസിന് വരും. അപ്പം പാത്തി വെക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെക്കാതിരിക്കുന്നതാണ് പരമാവധി നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രശ്നങ്ങൾ ക്ലീൻ ആക്കാനൊക്കെ ശ്രമിക്കണം. ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആരും ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ ഒന്നും പോകില്ല. അതാണ് അതിൻ്റെ മറ്റൊരു പരാജയം. അപ്പം നമ്മൾ ഓടലിട്ട് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കമത്തോടാണ് വെക്കാനുള്ളത്. ഈ കളർ എങ്ങനെയുണ്ട്? ഇതുപോലത്തെ കളർ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നല്ല കളറാണ് കാണാൻ. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ല ഉഗ്രൻ ലുക്ക് ഉണ്ട്. പിന്നെ ഷീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പ്രാവശ്യം 4/7 ഓക്സിയുടെ ഷീറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ പുറകിലോട്ട് ഒരു ഓടാണ് നമ്മൾ, കാരണം 2 ഓട് മടക്കാനുള്ള ഹൈറ്റ് കിട്ടുന്നില്ല. 2 ഓട് മടക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റ് കുറയുന്നതുകൊണ്ട് 1 ഓടെ നമ്മൾ വെച്ചിട്ടുള്ളൂ. കുഴപ്പമില്ല, ലീക്ക് അതൊന്നും വരില്ല. കാരണം പരമാവധി നമ്മൾ ഗ്യാപ്പ് കുറച്ചിട്ട് ഓട് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വീടിൻ്റെ ഗേറ്റിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട്. എല്ലാ പണിയും കൂടി നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂലയോട് വെക്കുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മൂലയുടെ ടോപ്പിൽ നമ്മൾ പൈപ്പ് പാത്തിയൊക്കെ വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. പാത്തിയൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കുന്ന സംഭവങ്ങൾ, പിന്നെ ഈ പശ സിലിക്കോണിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, സിലിക്കോൺ ഇളകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ വരാം. കാരണം വെതർ സിലിക്കോണിനൊക്കെ കമ്പനി കൊടുക്കുന്ന 5 വർഷം വാറണ്ടിയാണ്. നമുക്ക് ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷമൊന്നും കിട്ടിയാൽ പോരല്ലോ. അപ്പം അതിന് കൂടുതൽ കിട്ടണമെങ്കിൽ പാത്തിയൊക്കെ അതിന് വേണ്ട വെച്ചിട്ട് സ്ക്രൂവും കൂടി ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ മെയിൻ്റെനൻസ് ഒന്നും പരമാവധി ഉണ്ടാകാതിരിക്കും. പിന്നെ ഓടല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എത്ര വൃത്തിക്ക് ചെയ്താൽ പോലും വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറയുന്ന ഒരു ടാങ്ക്, വാട്ടർ ടാങ്ക് കൂടി നമ്മൾ അതിൻ്റെ മേലെ വെക്കാനുള്ള സ്പേസും കൂടി സെറ്റാക്കി. അപ്പം വാട്ടർ ടാങ്ക് ചെയ്യേണ്ട ഭാഗം മാത്രം നമ്മൾ ലേശം പൊക്കിയിട്ടിട്ട് ചെയ്തിട്ടാണ് അതിന്. എന്നിട്ട് ആ ഭാഗത്തുനിന്ന് ലീക്ക് കാര്യങ്ങളൊന്നും വരില്ല. അതിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്ന അവിടെ നമ്മൾ പാത്തി കൊടുത്തിട്ട് പൈപ്പിലൂടെ പുറത്തോട്ട് വെള്ളം തട്ടി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒന്നും കാണില്ല. കാരണം പിന്നെ വാട്ടർ ടാങ്ക് ഇതുപോലെ വെക്കുമ്പം ഷീറ്റ് ഇടുമ്പം അത്യാവശ്യം കഴുകാനുള്ള ഹൈറ്റും കൂടി ഇട്ടിട്ട് വേണം വെക്കാൻ. കാരണം പിന്നീട് കഴുകാനൊന്നും പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ വർക്കിൻ്റെ വന്നിട്ടുള്ള മൊത്തത്തിലുള്ള ചിലവ് ഏകദേശം പിന്നെ 5.5 ലക്ഷം രൂപയോളാണ് ഇത്രയും ഫുള്ള് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായില്ലേ. ഈ പറഞ്ഞിരിക്കുന്ന പൈസ ഷീറ്റിൻ്റെയും ഓടിൻ്റെയും ഉൾപ്പെടെയുള്ള ചിലവാണ്. മറ്റ് സ്റ്റെയർ കേസും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സ്റ്റെയർ കേസ് പിന്നെ ഒരു ഇട്ടയ്ക്ക് മേലെയുള്ള ഒരു സ്പേസിൽ നിന്ന് സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ലാൻഡിംഗ് ഒന്നും കൊടുക്കാതെ നേരിട്ടുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വശം ഇതാണ്. തലയൊന്നും മുട്ടില്ല. അത്യാവശ്യം ഇല്ല ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ടാങ്കിൻ്റെ ഇവിടെ ഇതാ ഫുള്ള് ചെയ്തിട്ടുണ്ട്. നല്ല ടോപ്പ് പെയിൻ്റെല്ലാം അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. മതിലിൻ്റെയൊക്കെ പണി കഴിയുമ്പോഴത്തേക്കും വീട് അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീട് പണിയുന്നവർ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പിന്നെ സ്റ്റോറേജ് സ്പേസ് ഉപയോഗിക്കാം. കാരണം പിന്നെ അതുപോലെ തന്നെ ചിലവ് കുറയ്ക്കാം. 2 ബാക്ക് സൈഡിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവും ചെയ്യും. അപ്പം ഇത് ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഷീറ്റാന്നുള്ളതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ഇനി ഇതേപോലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ തുടർന്നും പെട്ടെന്ന് നമ്മുടെ വീഡിയോ കിട്ടുന്നതായിരിക്കും.